കാസർഗോഡ് മഞ്ചേശ്വരം ബോർക്കാടിയിൽ അമ്മയെ മകൻ തീ കൊളുത്തിക്കൊന്നു. ഹിൽഡ ഡിസൂസയാണ് മരിച്ചത്. മകൻ മെൽവിൻ മൊണ്ടേര ഒളിവിലാണ്. അയൽക്കാരിയായ ലോലിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തിയെങ്കിലും പൊള്ളലുകളോടെ ഇവർ രക്ഷപ്പെട്ടു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എന്തായിരുന്നു ഇങ്ങനെയൊരു ആക്രമണത്തിനുള്ള ഇയാളുടെ പ്രകോപനം? ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, മഞ്ചേശ്വരം ബോർക്കാടിയിലാണ് അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായത്. സ്വന്തം മാതാവിനെ മകൻ തന്നെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. ഏതായാലും ഈ മകനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് എന്ന സംഭവത്തിലും പോലീസിന് ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ പോലീസുമായി അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഏതായാലും ബോർക്കാടി നലങ്ങി സ്വദേശിയായ ലൂയിസ് മൊണ്ടോറയുടെ ഭാര്യ ഹിൽഡയാണ്. 60 വയസ്സാണ് ഇവരാണ് മരിച്ചത്. മകൻ മെൽവിൻ ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ കർണാടകത്തിലേക്ക് കടന്നതായാണ് സൂചന. പോലീസ് ഈ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇവരുടെ അയൽവാസിയായ വിക്ടറിന്റെ ഭാര്യ ലോലിറ്റയെ ഈ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്കും ഇത്തരത്തിൽ ഈ തീപ്പൊള്ളൽ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. എന്നാലും ഇന്നലെ രാത്രി വീട്ടിൽ ഇവർ ഉറങ്ങിക്കിടന്നാണ്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഈ അമ്മയും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായത്. മറ്റൊരു മകനുണ്ട് ഇവർക്ക്. അവർ കുവൈത്തിലാണ്, വിദേശത്താണ് ഉള്ളത്. എന്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ പോലീസിന് ഇതൊരു വ്യക്തത വന്നിട്ടില്ല. പുലർച്ചെയാണ് ഈ മകൻ അമ്മയെ ഇത്തരത്തിൽ തീ കൊളുത്തി കൊലപ്പെടുത്തുകയും അയൽവാസിയെ വിളിച്ചു വരുത്തി അവർക്കും ഇത്തരത്തിൽ തീ പൊള്ളുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കർണാടക ഭാഗങ്ങളിലൊക്കെ പരിശോധന ആ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ കൃത്യമായും ഈ കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കൂ. ഇനി മദ്യലഹരിയിലാണോ അതല്ല കുടുംബപരമായ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഗുരുതരാവസ്ഥയിലായ ഇവരെ അയൽവാസിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.